സച്ചി സവാരി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഉടൻ എല്ലാവരെയും വിളിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞേ പറ്റൂ. അച്ഛൻ അമ്മയെ വിളിക്ക് എന്ന് സച്ചി പറഞ്ഞപ്പോ രവിയേട്ടൻ ചന്ദ്രയോട് വരാൻ പറയുകയാണ്. എന്താടാ വന്ന ഉടൻ നീ തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുവാണ്. എടാ സുധി, നിന്റെ പാർലർ അമ്മയെ വിളിച്ച് പുറത്തേക്ക് വാടാ. രേവതി നീയും വാ. ശ്രീകാന്തെ, നിന്റെ ഭാര്യയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് എല്ലാവരും അവിടേക്ക് വരുവാണ്. അച്ഛാ, രേവതി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവ് എനിക്ക് സ്വർണം വാങ്ങി തന്നിരിക്കുമെന്ന് ഇവളൊരിക്കൽ ശപഥം ചെയ്തത് എല്ലാവർക്കും ഓർമ്മയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ ആ ഓർമ്മയുണ്ട്. അന്ന് വലിയ വീരവാദത്തോടെ ഇവള് പറഞ്ഞല്ലോ. ഇപ്പൊ എന്താ ആ ശപഥം ചെയ്യാൻ നിനക്ക് പറ്റില്ല എന്ന് പറയാനാണോ എല്ലാരെയും വിളിച്ചു വരുത്തിയത്? നിന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ എന്നു പറഞ്ഞു ചന്ദ്രമതി അവനെ കളിയാക്കുന്നുണ്ട്. അച്ഛാ, അമ്മ എത്ര വിശ്വാസത്തോടെയാണ് എന്നെ പറ്റി സംസാരിക്കുന്നത് കേട്ടില്ലേ? അവളുടെ കാര്യം വിടടാ, നീ എന്താ പറയാൻ വന്നത് അത് പറയ് എന്ന് അച്ഛൻ ആവശ്യപ്പെടുകയാണ്. ഇനി മുതല് ഡയലോഗ് ഒന്നും ഇല്ല അച്ഛാ, ഓൺലി ആക്ഷൻ മാത്രം എന്നു പറഞ്ഞ് സച്ചി താൻ വാങ്ങിയ മാല അവർക്ക് കാണിച്ചു കൊടുക്കുവാണ്. രേവതിക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ച കാശിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെയിന ഇത് എന്ന് സച്ചി പറഞ്ഞപ്പോ രേവതി ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. നീ വാങ്ങിയതാണോ? സന്തോഷായി മോനെ എന്ന് അച്ഛൻ പറയുമ്പോ എൻ്റെ സ്വന്തം കാശുകൊണ്ടാ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതച്ഛാ എന്ന് സച്ചി പറയുമ്പോ ചന്ദ്രയുടെ മുഖം ആകെ വല്ലാതാവുകയാണ്. ഏട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഏട്ടത്തിയെ കാണുമ്പോഴൊക്കെ കഷ്ടം തോന്നുമായിരുന്നു. അന്ന് വർഷയുടെ മമ്മി വന്ന ശേഷം പ്രോബ്ലം ആയില്ലേ? ഏട്ടത്തി സ്വർണമെല്ലാം മൂരിക്കൊടുത്തില്ലേ? ഇപ്പൊ ഏട്ടൻ വാങ്ങിക്കൊടുത്തല്ലോ. എനിക്കൊരുപാട് സന്തോഷായി ഏട്ടാ എന്ന് ശ്രീകാന്തും പറയുകയാണ്. അതെ സച്ചി, എനിക്കും മനസ്സിന് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ജീവിക്കാൻ വന്ന പെണ്ണ് കഴുത്തിൽ ചരട് കെട്ടി നടക്കുവല്ലേന്നോർത്ത്. ഇപ്പോയെങ്കിലും താലി വാങ്ങിച്ചോണ്ട് വന്നല്ലോ, സന്തോഷായിടാ എന്ന് അച്ഛനും പറയുമ്പോ ചന്ദ്ര ദേഷ്യത്തില് രേവതിയെ തന്നെ നോക്കുകയാണ്. എന്താ രേവതി, നീ അവിടെ തന്നെ നിൽക്കുന്നേ? അച്ഛാ, ഈ വീട്ടിൽ ആരോ പറഞ്ഞല്ലോ കാർ ഓടിച്ചാ സ്വർണ്ണം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ വാങ്ങിച്ചില്ലേ ഞാൻ. ഇതാ രേവതി എന്നു പറഞ്ഞ സച്ചി അത് ചന്ദ്ര കാണുകെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അമ്മേതേ നോക്ക്, സച്ചേട്ടൻ എനിക്ക് വാങ്ങിത്തന്ന താലിയായത്. ഞാൻ പറഞ്ഞതല്ലേ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി എന്തു വാങ്ങിച്ചു തരുമെന്ന്. കണ്ണ് തുറന്ന് നോക്കാമേ. ഒരമ്മയുടെ ശബ്ദം കുട്ടി നിറവേറ്റുന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ സച്ചേട്ടൻ ഇവിടെ കാണിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ എടുത്ത ശബ്ദം നിറവേറ്റുന്നതാണ്. എനിക്ക് സന്തോഷായി അമ്മേ എന്ന് പറയുവാണ് രേവതി. അതെ, വലിയ മങ്കാശബ്ദം ആയിരുന്നല്ലോ എന്ന് ചന്ദ്ര കളിയാക്കുമ്പോ എന്താടി നീ പറയുന്നേ എന്ന് രവിയേട്ടൻ ദേഷ്യത്തിൽ ചോദിക്കുവാണ്. വലിയ താലി ചെയിൻ വാങ്ങിച്ചു കൊടുത്തതുപോലെയല്ലേ ഇവര് സീൻ ഉണ്ടാക്കുന്നേ? വെറും താലി മാത്രമല്ലേ അത്? അല്ലാതെ ഒരരപ്പവനെങ്കിലും തികച്ചുണ്ടാവൂന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി. സ്വർണം തൂക്കി നോക്കുന്ന മെഷീൻ വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാമേ. എന്താ അത് വേണോ എന്ന് സച്ചി ചോദിക്കുമ്പോ വേണമെന്ന് പറഞ്ഞാലേ അവൾ അതും ചെയ്യൂടാ. രേവതി അവൾ പറഞ്ഞ വാക്കുകൾക്ക് മര്യാദ കൊടുത്ത് അവളുടെ ശബ്ദമാണ് സച്ചി നടത്തി കാണിച്ചത്. ഇത് വെറും തുടക്കം മാത്രമാണ് ചന്ദ്രേ. രേവതി ഇട്ടിരുന്ന അത്രയും സ്വർണം ഇവൻ വാങ്ങിക്കൊടുക്കും എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് സച്ചി ഓടി വന്ന് അത് തടയുകയാണ്. അച്ഛാ, നിങ്ങളും എന്തെങ്കിലും ശബ്ദം എടുക്കല്ലേ. ആദ്യം ഈ ലിസ്റ്റ് തീരട്ടെ. രേവതി, ഇത് നിനക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് സച്ചി ചോദിക്കുവാണ്. ഒരുപാട് ഇഷ്ടമായി സച്ചേട്ടാ എന്ന് രേവതി പറയുമ്പോ ശരി, അത് കഴുത്തിലിടാൻ സച്ചി പറയുകയാണ്. ഇല്ല, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി. ഏട്ടത്തി ചെയിൻ വാങ്ങി തന്നില്ലേ, പിന്നെന്താ അത് ഇടാതെ ഇരിക്കുന്നേ? ആക്ച്വലി ശബ്ദമൊക്കെ നിങ്ങൾ എന്തിനാ എടുത്തേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആന്റി, നിങ്ങളുടെ അടുത്തുള്ള സ്വർണ്ണമെല്ലാം ഏട്ടത്തിക്ക് തന്നെ തിരിച്ചു കൊടുക്ക്. വലിയ പലിശക്കാരനെ പോലെയല്ലേ നിങ്ങൾ അതൊക്കെ വാങ്ങി വച്ചിരിക്കുന്നേ എന്നൊക്കെ വർഷ ചന്ദ്രയോട് ചോദിക്കുവാണ്. അയ്യോ മോളെ, ഞാൻ എന്തിനാ അതൊക്കെ വാങ്ങിക്കുന്നത്? അവളല്ലേ എനിക്കത് തന്നത് എന്ന് ചന്ദ്ര പറയുമ്പോ ഇല്ല വർഷേ, ഇപ്പൊ വാങ്ങി തന്നതുപോലെ ഇദ്ദേഹം തന്നെ എല്ലാം എനിക്ക് വാങ്ങിത്തരും. എനിക്കത് മതി എന്ന് പറയുവാണ് രേവതി. രേവതി, ഇപ്പൊ താലി കിട്ടിയില്ലേ, അതങ്ങ് ഇട്ടൂടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇല്ല ശ്രുതി, അതിനുള്ള സ്ഥലം ഇവിടെയല്ല എന്ന് പറയുവാണ് രേവതി. നാളും മുഹൂർത്തമൊക്കെ നോക്കണായിരിക്കും ഇവക്കിത് ധരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ചന്ദ്ര കളിയാക്കുമ്പോ
രേവതി, നീ ചോദിച്ചതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു. പിന്നെന്താ ഇതിട്ടാല്? അങ്ങനെ സച്ചിയും ചോദിക്കുകയാണ്. ഇടാം സച്ചിയേട്ടാ, എന്നാ ഇപ്പൊ വേണ്ട, ഞാനതിന് വേറൊരു ഐഡിയ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് രേവതി റൂമിലേക്ക് ചെല്ലുകയാണ്. എന്താ ഐഡിയ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയും അവളുടെ പിന്നാലെ നടക്കുവാണ്. എന്താ ഇതൊക്കെ? ഏതോ സ്വർണ്ണക്കട തുടങ്ങിയതുപോലെ സീൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തതാ താലി, അതിന് സന്തോഷിക്കാതെ ഏട്ടൻ എന്തായി ചെയ്യുന്നേ എന്ന് ചോദിച്ച് ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അതൊന്നുമില്ലടാ, അവന്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പോഴാണ് നീ ഒരു ജോലിക്ക് പോവാൻ തീരുമാനിച്ചത്. മര്യാദ എന്താണെന്ന് ആദ്യം പോയി പഠിക്ക്. എല്ലാവരും അവരവരുടെ ജോലി പോയി നോക്ക് എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് എല്ലാവരും തിരിച്ചു പോവുകയാണ്. രേവതിയാണെങ്കിൽ സച്ചി കൊടുത്ത താലിയിൽ തന്നെ നോക്കി നിൽക്കുവാണ്. എന്താ രേവതി, സ്വർണം വാങ്ങിയിട്ട് വന്നാ അതുടനെ ഇടുമെന്നാ ഞാൻ കരുതിയത്. ഇപ്പോ എന്തോ ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. എന്താ ആ ഐഡിയ എന്ന് സച്ചി ചോദിക്കുകയാണ്. പറയാം സച്ചിയേട്ടാ, എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വാ എന്ന് പറഞ്ഞ് രേവതി റെഡി ആവുകയാണ്. രേവതി, നീ മുൻപ് ഇതുപോലുള്ള ചെയിൻ തന്നെയല്ലേ ഇട്ടിരുന്നേ? അതേ ഡിസൈൻ തന്നെയല്ലേ? ആ ലിസ്റ്റ് എവിടെ? ആ ലിസ്റ്റിൽ നിന്ന് ഈ താലി ചെയിൻ അത് വെട്ടിയേക്ക്. ബാക്കിയുള്ളതൊക്കെ 1-2 വർഷത്തിനുള്ളിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് സച്ചി പറയുകയാണ്. നിങ്ങൾ വാങ്ങിത്തന്നത് സന്തോഷം തന്നെയാണ്, എന്നാ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാൻ സാധിച്ചു? നിങ്ങളല്ലേ പലിശ കൊടുക്കണം, ഡ്യൂ കെട്ടണം, 1000 ചെലവുണ്ടെന്നൊക്കെ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ സച്ചിയേട്ടാ ഇത് വാങ്ങിയത്? കടം വല്ലതും വാങ്ങിച്ചോ? എനിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത് എന്ന് രേവതി ചോദിക്കുമ്പോ, കട ഒന്നുമില്ല രേവതി, ഞാൻ കാറില് ഇന്നൊരു സവാരി നടത്തി. ഒരു വലിയ ബാഗൊക്കെ എടുത്ത് ഒരാൾ കയറിയിട്ടുണ്ടായിരുന്നു. അയാൾ ഇറങ്ങി പോകുമ്പോ ആ ബാഗ് മറന്നു വെച്ചു. അത് തുറന്നു നോക്കിയപ്പോ അതിൽ നിറയെ പണം ഉണ്ടായിരുന്നു. നമുക്ക് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. ആ പണം കൊണ്ടാണ് ഈ സ്വർണം ഞാൻ വാങ്ങിച്ചു തന്നത്. നിന്റെ ശബ്ദം അവസാനിപ്പിച്ചില്ലേ എന്നൊക്കെ സച്ചി പറയുകയാണ്. ഇത് ഞാൻ വിശ്വസിക്കില്ല സച്ചിയേട്ടാ, നിങ്ങൾ ചുമ്മാ പറയുന്നതാണ്. മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്നവനല്ല നിങ്ങള്, അതെനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ആരെങ്കിലും പണം മറന്നു വെച്ച് പോയാലേ അയാളെ തേടി കണ്ടുപിടിച്ച് അത് കൊടുത്തിട്ട് വരും എന്റെ സച്ചിയേട്ടൻ. അത്ര നല്ലവനാണ്, പക്ഷേ ദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് രേവതി. മീൻ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. അവള് കാണിച്ച പേക്കൂത്തൊക്കെ മോള് കണ്ടില്ലേ? 100 പവന്റെ സ്വർണം വാങ്ങിയതുപോലെയാണ് രണ്ടിന്റെയും പെർഫോമൻസ് എന്ന് ചന്ദ്ര പറയുമ്പോ, അതെ ആന്റി, മഞ്ഞക്കയറിൽ താലി കെട്ടിയിട്ടും ആ രേവതി എത്ര അഹങ്കാരത്തോടെയാണ് നമ്മളെ നോക്കിയിട്ട് പോയത് എന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്നാലും ഇവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പണം കിട്ടിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ ആ പൂ കെട്ടുന്നവളുടെ വേലയായിരിക്കും. അത്രയും നാൾ വരാത്ത കാശ് ഇപ്പൊ എങ്ങനെ വന്നു? രേവതി പൂക്കട തുടങ്ങിയ ശേഷം നല്ല കാശ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവള് സച്ചിയുടെ കയ്യിൽ കാശ് കൊടുത്ത് താലി വാങ്ങാൻ പറഞ്ഞതായിരിക്കും. എന്നിട്ട് നമ്മുടെ മുന്നില് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതല്ലേ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുവാണ്. അതെ ആന്റി, അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലാതെ കാർ ഓടിച്ച് ഇത്രയും കാശ് കിട്ടില്ല എന്ന് ശ്രുതിയും മറുപടി കൊടുക്കുവാണ്. ഒന്നും ഇല്ലാത്തവള് സ്വർണം വാങ്ങി, അപ്പോ നീ ചുമ്മാ ഇരിക്കാൻ പാടില്ല മോളെ. താലി, ചെയിൻ, കമ്മൽ, വള ഇതെല്ലാം വാങ്ങിച്ച് നീ ഇട്ടേ പറ്റൂ. അവളുടെ മുന്നില് നിനക്കാളാവണ്ടേ? നീയാണ് വലിയ ആള്, കോടീശ്വരി എന്നൊക്കെ ചന്ദ്ര പറയുകയാണ്. ഇല്ല ആന്റി, 2-3 മാസത്തിനുള്ളിൽ എന്റെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് അത് നടത്തുമെന്നല്ലേ ആന്റി പറഞ്ഞത്? അപ്പോ വാങ്ങിക്കാം എന്ന് ശ്രുതി പറയുമ്പോ, അപ്പോ വേറെ വാങ്ങാം മോളെ. എന്നാലേ നിന്നെക്കൊണ്ട് ഇതൊക്കെ വാങ്ങാൻ കഴിയുമെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തേ പറ്റൂ. നിന്റെ അച്ഛനോട് പറഞ്ഞാ വാങ്ങി തരുമല്ലോ. അല്ലെങ്കിൽ അന്ന് വന്ന മാമനില്ലേ, അയാളോട് പറഞ്ഞാ വാങ്ങി തരുമല്ലോ കിലോ കണക്കിന് സ്വർണം. എന്നെ വിളിച്ച് ആ ഫോണിങ്ങിതാ, ഞാൻ സംസാരിക്കാം അയാളോട് എന്ന് ചന്ദ്ര പറയുമ്പോ, അത് വേണ്ട ആന്റി, സ്വർണത്തിന് വേണ്ടി കോൾ ചെയ്തതാണെന്ന് അങ്കിള് വിചാരിക്കും എന്ന് ശ്രുതി പറയുമ്പോ, അതിന് ഞാൻ സ്വർണത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ മോളെ വിളിക്കുന്നേ. ആ രേവതിയുടെ മുന്നില് നീ സ്വർണ്ണം ഇട്ട് നടക്കാൻ വേണ്ടിയല്ലേ? അതിനല്ലേ ഞാൻ സ്വർണം ചോദിക്കുന്നേ. നീ തന്നെ സംസാരിച്ചാ മതി. പൂ കെട്ടുന്നവളുടെ മുന്നില് നീ വലിയ ആളാണെന്ന് കാണിച്ചു കൊടുക്കണം. പൂ കെട്ടുന്നവള് തന്നെ പത്രാസ് കാണിക്കുന്നത് കണ്ടില്ലേ? നീ കോടീശ്വര വീട്ടിലെ പെണ്ണല്ലേ, അപ്പോ അവളേക്കാൾ അധികം പത്രാസ് നീ കാണിക്കേണ്ടതല്ലേ? നീ ആ വർഷയെ കണ്ടു പഠിക്ക്. അവള് നിന്നേക്കാൾ റിച്ച് ആയിട്ടാ നടക്കുന്നേ. അതുപോലെയാണ് നീ ഇനി നടക്കേണ്ടത്. മറക്കാതെ മാമനെ വിളിച്ച് സംസാരിക്ക്. എത്രയും പെട്ടെന്ന് സ്വർണം വാങ്ങിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പോവുകയാണ്.
എപ്പോ നോക്കിയാലും കാശ് സ്വർണ്ണെന്ന് പറഞ്ഞ് എനിക്കൊരു സ്വൈര്യം ഈ ആന്റി തരുന്നില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷനായിരിക്കുവാണ് ശ്രുതി. അതേസമയം രേവതി സച്ചിയേം കൂട്ടി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. രേവതി, നീ എന്തിനാ പുതിയ സാരിയൊക്കെ ഉടുത്തിരിക്കുന്നെ എന്ന് സച്ചി ചോദിക്കുമ്പോ, അതൊക്കെ ഉണ്ട് സച്ചിയേട്ടാ. ഈ കവറിലുള്ളത് സച്ചിയേട്ടന് ഞാൻ വാങ്ങിയ പുതിയ ഡ്രസ്സാണ്. ഇത് മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞ രേവതി ആ ഡ്രസ്സ് സച്ചിക്ക് കൊടുക്കുവാണ്. അമ്പലത്തിലേക്ക് രേവതിയുടെ അമ്മയും കുടുംബവും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ സച്ചിയേട്ടാ. ചേച്ചി ഫോൺ ചെയ്ത് എല്ലാ ഏർപ്പാടുകളും ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നവര് പറയുന്നത് കേട്ട്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങി തന്ന താലിയാ ഇത്. അത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന് തോന്നി സച്ചിയേട്ടാ. കല്യാണത്തിന് രണ്ടുപേരും ഇഷ്ടമല്ലാതെയല്ലേ താലി കെട്ടിയത് എന്ന് രേവതി പറയുന്നുണ്ട്. അത് കേട്ട് പൂജാരി വന്ന്, ഇന്ന് നല്ല നാളാണ്, കല്യാണം നടന്ന രണ്ടുപേർക്കും ഭാവി ജീവിതം നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പൂജാരി മാല കൊടുക്കുവാണ്. സച്ചിയുടെ നിർബന്ധപ്രകാരം രേവതിയുടെ അമ്മ സച്ചിയുടെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ താലി വാങ്ങി രേവതിയുടെ കഴുത്തിൽ കെട്ടുവാണ് സച്ചി. രേവതിയുടെ അനിയൻ അവരുടെ കല്യാണ ഫോട്ടോസൊക്കെ മൊബൈലിൽ എടുക്കുവാണ്. അങ്ങനെ ആ മാല ഇട്ടുകൊണ്ട് സച്ചിയും രേവതിയും സച്ചിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്.